ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പോകുന്ന ഒരു അടിപൊളി ഫ്രൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുഡായിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൂട്ടാണ് നമ്മുടെ അവക്കാഡോ എന്ന് പറയുന്നത്. 6 മാസത്തിന് ശേഷമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ 6 മാസത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. ഈ അവക്കാഡോ എന്ന് പറയുന്നത് വണ്ടർ ഫ്രൂട്ട് തന്നെ എന്ന് പറയാം. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന മോണോസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമാണ്. അതുകൂടാതെ ഇതിലൊരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഇത് കുഞ്ഞുങ്ങളുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ആവാൻ സഹായിക്കുന്നു. മാത്രമല്ല ഇതിൽ വൈറ്റമിൻസ് ബി, സി, ഇ, കെ, പൊട്ടാസ്യം, കോപ്പർ ഇതെല്ലാം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന മറ്റ് അയൺ റിച്ച് ഫുഡ്സിലെ അയൺസിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അവക്കാഡോ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും നല്ല പാകമായിട്ടുള്ള നോക്കി വാങ്ങണം. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു പർപ്പിൾ ബ്രൗൺ കളറുള്ളതാണ് കറക്റ്റ് പാകമായിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് അവക്കാഡോ ഫ്രൂട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു 6 മാസമായ കുഞ്ഞിന് നമ്മൾ ഈ അവക്കാഡോ കൊടുക്കുമ്പോൾ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. കാരണം ഇതൊരു ക്രീമി ടെക്സ്ചറാണ്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞിന് കൊടുക്കുമ്പോൾ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കണം. ഒരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത്രത്തോളം അങ്ങ് മാഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി തരിയായിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അവക്കാഡോ ഫ്രൂട്ടിനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബാക്കി ഫുഡിൻ്റെ കൂടിയും മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അയൺ റിച്ച് ഫുഡ്സിൻ്റെ കൂടെയൊക്കെ ഇത് മിക്സ് ചെയ്ത് കൊടുത്താലാണെങ്കിൽ ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ആ ഫുഡിലെ അയൺസ് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ റാഗിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിലിച്ചിരി കുഞ്ഞുങ്ങൾക്ക് രണ്ട് മിക്സ് ചെയ്യുന്ന ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇത് ഈ അവക്കാഡോ ഫ്രൂട്ട് ആ റാഗിയിൽ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ റാഗിയും അവക്കാഡോ സെപ്പറേറ്റ് കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ അവക്കാഡോ ഫ്രൂട്ടിനെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫിംഗർ ഫുഡായിട്ട് ഉപയോഗിക്കാം. കാരണം ഇത് വളരെ സോഫ്റ്റാണ്, കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കൈകൊണ്ടെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ്. അതുകൊണ്ട് നമുക്കൊരു ഫിംഗർ ഫുഡായിട്ടും ഈ അവക്കാഡോ ഫ്രൂട്ടിനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊരു ഫുഡ് കൊടുക്കുമ്പോൾ ആ 3 ഡേ റൂള് എപ്പോഴും നമ്മൾ നോക്കണം. കാരണം ആദ്യത്തെ 3 ദിവസം കുഞ്ഞുങ്ങൾക്ക് ഒരു ഫുഡ് തന്നെ കൊടുക്കണം. വേറെ ഫുഡിലൊന്നും മിക്സ് ചെയ്യാതെ ഒരു ഫുഡ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. കാരണം എല്ലാ ഫുഡും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ സ്യൂട്ട് ആകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ 3 ഡേ റൂൾ എപ്പോഴേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ.